ഇപ്പൊ ഡൽഹിയുടെ കാര്യം പറയുമ്പോൾ ഈ 27 വർഷങ്ങൾക്ക് ശേഷം ഒരു 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 കാൽനൂറ്റാണ്ടിന് ശേഷം എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് BJP അധികാരത്തിലെത്തുന്നത്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആരാകണമെന്ന് അവസാന നിമിഷം പോലും സസ്പെൻസിലായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു വളരെ വൈകിയാണ്, ഈ ഒരു 8 മണിയോട് അടുത്താണ് ഈ പേര് വരുന്നത്. അത് ഏറ്റവും രസം എന്ന് വെച്ചാൽ ആദ്യമായിട്ട് MLA ആകാണ്. ഷാലിമാർ ബാഗ് നിന്നാണ് ജയിച്ചു വന്നത്. പക്ഷേ രേഖാ ഗുപ്തയുടെ പേര് പറയുമ്പോൾ ഒരുപാട് പേർക്ക് അറിയാം, ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് പടിപടിയായി വളർന്നു വന്ന ഒരാൾ തന്നെയാണ്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. BJPക്ക് 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആരാണ് ഈ രേഖാ ഗുപ്ത? നമുക്കൊന്ന് കാണാം. സുഷമ സ്വരാജിന് ശേഷം ഡൽഹിയിൽ BJPയുടെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി, ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭരണക്കസേരയിലേക്ക് എത്തുന്ന 4ാമത്തെ വനിത. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പയറ്റിത്തെളിഞ്ഞ നേതാവാണ് രേഖാ ഗുപ്ത. ABVP-യിലൂടെ രാഷ്ട്രീയ പ്രവേശനം. ഡൽഹി യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ച് വരവറിയിച്ചത് 1996-ൽ. 2007 ഡൽഹി മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിലെത്തി. 2012-ലും നോർത്ത് പീതാംബുരിയിൽ നിന്ന് കൗൺസിലറായി. ഈ കാലത്ത് വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കും വേണ്ടി നടപ്പാക്കിയ പദ്ധതികൾ രേഖാ ഗുപ്തയെ ശ്രദ്ധേയയാക്കി. സംഘടനാ രംഗത്തും തിളങ്ങി. നിലവിൽ BJP ദേശീയ നിർവാഹക സമിതി അംഗം, ഭാരതീയ മഹിളാ ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും വഹിക്കുന്നുണ്ട്. ഷാലിമാർ ബാഗ് നിയമസഭാ മണ്ഡലത്തിൽ 29,595 വോട്ടിന് ജയിച്ച നിയമസഭയിലെത്തുന്ന രേഖാ ഗുപ്ത നേരെ എത്തുന്നത് ഡൽഹിയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക്. റിസർച്ച് ഡെസ്ക് 24.